ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ക്ഷേത്ര ആരാധനയിലൂടെ സർവവ്യാപിയായ ഈശ്വരനെ ഒരു വിഗ്രഹത്തിൽ പരിമിതപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ക്ഷേത്ര ആരാധനയിൽ പൂജാരിയും ഭക്തന്മാരും കേവലം വിഗ്രഹത്തെ അല്ല, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത്. കാമുകി നൽകിയ ഒരു പേനയോ തൂവാലയോ കാണുമ്പോൾ കാമുകൻ ഓർക്കുന്നത് സ്വന്തം കാമുകിയെയാണ്, ആ വസ്തുവിനെയല്ല. അവൻ അവയിൽ കാണുന്നത് തൻ്റെ കാമുകിയെ തന്നെയാണ്. ഒരു സാധാരണ യുവാവിന് ഇങ്ങനെ ഒരു ഭാവം വരുമെങ്കിൽ സർവേശ്വരൻ്റെ സ്മരണയുണർത്തുന്ന വിഗ്രഹം ഭക്തന് എത്ര വിലപ്പെട്ടതായിരിക്കും. വിഗ്രഹം ഭക്തനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പ്രതിമയല്ല, ചൈതന്യമൂർത്തിയാണ്. നിരാകാരവും നിർഗുണവുമായ ഈശ്വര ചൈതന്യത്തെ യാതൊരു ഉപാധിയുടെയും സഹായം കൂടാതെ ആരാധിക്കുക എന്നത് സാധാരണക്കാർക്ക് പ്രയാസമാണ്. ഭക്തിഭാവം വളർത്താനും മനസ്സിനെ ഏകാഗ്രമാക്കാനും വിഗ്രഹം സഹായകരമാണ്. വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും കണ്ണടച്ചാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ മനസ്സിനെ അന്തർമുഖമാക്കാനും ഉള്ളിലെ ചൈതന്യത്തെ ഉണർത്താനും വിഗ്രഹം സഹായകമായി തീരുന്നു. സനാതനധർമ്മത്തിൽ ഈശ്വരനെ തിരയുന്നത് പുറമെയല്ല, ഉള്ളിലാണ്. ഉള്ളിൽ ദർശിക്കാനായാൽ എവിടെയും ഈശ്വരനെ കാണാനാകും. പരിമിതനായ മനുഷ്യന് അപരിമിതനായ ഈശ്വരനെ അനുഭവിക്കുവാൻ ക്ഷേത്രങ്ങൾ വഴിയൊരുക്കുന്നു. ഈശ്വര ആരാധനയുടെ പ്രഥമ ഘട്ടമാണ് ക്ഷേത്രാരാധന. വ്യക്തിഭാവത്തിൽ ഈശ്വരനെ ദർശിക്കാനും ആരാധിക്കാനും ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠയും ഉപകരിക്കുന്നു. എന്നാൽ ക്രമേണ എല്ലായിടത്തും ഈശ്വര ചൈതന്യം ദർശിക്കുവാൻ ഉള്ള കഴിവ് നേടണം. തത്വമറിഞ്ഞുള്ള ക്ഷേത്ര ആരാധനയിലൂടെ അത് സാധ്യമാകുന്നു. അതാണ് ക്ഷേത്ര ആരാധനയുടെ ലക്ഷ്യം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.